ഹായ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. കാരണം ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊന്ന് പരസ്പരം എവിടെയെങ്കിലും ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇംഗ്ലീഷ്. എനിക്ക് തോന്നുന്നു ഹിന്ദിനേക്കാൾ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എത്രത്തോളം നിങ്ങൾ വായിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വൊക്കാബുലറി കിട്ടും, അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാവും. സോ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ചിലത് കാണുമ്പോഴത്തേനും ഇതെനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഒരു ഫീൽ വന്നേക്കാം. പക്ഷേ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വായിക്കുമ്പോഴത്തേനും അതിൻ്റേതായ ചേഞ്ചസ് നിങ്ങൾക്ക് വരും. രണ്ടാമത്തെ ഒരു കാര്യം ലിസണിങ് ആണ്. നന്നായിട്ട് കേൾക്കുക. അതായത് ഇപ്പം പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ യൂട്യൂബിൽ നമുക്ക് വേണമെങ്കിൽ സബ് ടൈറ്റിൽ ഇട്ടും അല്ലാതെയും ഒക്കെ കേൾക്കാം. അപ്പോൾ അങ്ങനെ പോഡ്കാസ്റ്റുകൾ മാക്സിമം കേൾക്കുക. അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിലെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യുക, സബ് ടൈറ്റിൽസ് വായിച്ചോ അല്ലെങ്കിൽ ലിസൺ ചെയ്തിട്ടോ. അപ്പോൾ മാക്സിമം ലിസൺ ചെയ്യുക എന്നുള്ളത് ഒരു സെക്കൻഡ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ മാക്സിമം ലിസൺ ചെയ്യുക ഇംഗ്ലീഷ്. രണ്ടാമതുള്ളത് നമ്മൾ ട്രൈ ചെയ്യുക. അതായത് ഈ പറയുന്ന ലാംഗ്വേജൊക്കെ ഏകദേശം കിട്ടിക്കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക പറയാനായിട്ട്. അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അതല്ലെങ്കിൽ സ്വയമായിട്ടോ ഒക്കെ ഒന്ന് പറഞ്ഞ് ശ്രമിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ റൈറ്റിംഗ് ഒരു ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഈ വായിക്കുന്നതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതൊന്ന് റൈറ്റപ്പ് പോലെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി വർക്കാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അത്തരം റൈറ്റിങ്ങുകളിൽ ഫോക്കസ് ചെയ്യാനും കൂടി ശ്രമിക്കണം. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് വായിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ലിസണിങ് ആണ്, നന്നായിട്ട് കേൾക്കുക. മൂന്നാമത് ജസ്റ്റ് ഒന്ന് സ്പീക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കൊക്കെ കോൺഫിഡൻസോട് കൂടി. എന്ന് വെച്ചാൽ കോൺഫിഡൻസ് പതിയെ വരുള്ളൂ, പക്ഷേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. സ്വന്തമായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കാം കേട്ടോ. അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ തെറ്റ് മനസ്സിലാവും എന്നുള്ളതിലല്ല, നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് ഇംബൈബ് ചെയ്തോളും പതിയെ പതിയെ. പിന്നെ നാലാമത് റൈറ്റിംഗ്. നിങ്ങൾ ഈ വായിക്കുന്നത് ഒക്കെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിലൊക്കെ. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.